ഒരുപാട് ആളുണ്ടല്ലോ ഇങ്ങ അല്ലേ? അന്ന് വന്നവരെക്കാൾ കൂടുതലുണ്ടല്ലേ? എന്തിനാ വന്നേ ഇങ്ങോട്ടെ? ഹാൻഡിക്രാഫ്റ്റ് കാണാനാ? അത് മാത്രമല്ലല്ലോ ഉദ്ദേശം, ആണോ പക്ഷേ? അല്ല. എന്തിനാ വന്നിന്? ആ, അതിനെക്കൊണ്ട് ഉണ്ടാക്കിയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഓർഗാനിക് വേസ്റ്റ്, ഇൻഓർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്, അതിനെക്കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ കാണാൻ വേണ്ടി. അതിനെക്കൊണ്ട് ഉണ്ടാക്കിയത് കാണാൻ വേണ്ടി. എന്താ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരാൾ പറയും, ഒരാൾ മാത്രം, ഒന്നിച്ച് പറയാൻ പാടില്ല. ആ, മോഹൻ. മാലിന്യം. എന്തൊക്കെ മാലിന്യങ്ങളാണ് ഉള്ളത്? ഓർഗാനിക് വേസ്റ്റ്, ഇൻഓർഗാനിക് വേസ്റ്റ്, ആ, ഹസാർഡസ് വേസ്റ്റ്. നമുക്ക് മലയാളത്തിൽ പറയാം എന്തായാലും. ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാലോ? ആ, ജൈവ മാലിന്യം അല്ലേ? എന്താ ഈ ജൈവ മാലിന്യം എന്ന് പറഞ്ഞാൽ? ഫുഡ് വേസ്റ്റുകൾ അല്ലേ? ഇപ്പോൾ പച്ചക്കറി മുറിച്ചാൽ അതിനെന്തുണ്ടാവും? പച്ചക്കറി മുറിച്ചാൽ അതിൻ്റെ തോലുകൾ ഉണ്ടാവും. മീൻ മുറിച്ചാലോ? മുള്ള് മാത്രമേ ഉണ്ടാവൂ? തൊലി ഉണ്ടാവും, അതിൻ്റെ തലയുണ്ടാവും ഇല്ലേ? ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുക? അതെല്ലാം ഓർഗാനിക് വേസ്റ്റ് തന്നെ. അതെന്ത് ചെയ്യും നമ്മൾ? വളമാക്കി മാറ്റും അല്ലേ? അപ്പോൾ ജൈവ വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വളമാക്കി മാറ്റും. അതിനുള്ള പരിപാടി എന്നാ വീട്ടിലിപ്പോൾ നിലവിൽ? ആരെങ്കിലും വീട്ടിൽ അതിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ടോ? ജൈവ മാലിന്യത്തെ വളമാക്കി മാറ്റാൻ നമ്മുടെ വീട്ടിൽ നമ്മളെന്ത് ചെയ്യും? എന്താ ചെയ്യുന്നു മോനെ? എന്ത് കമ്പോസ്റ്റ്? കമ്പോസ്റ്റാക്കി മാറ്റാം. എങ്ങനെ? എന്ത് കമ്പോസ്റ്റ്? ബയോ ബിന്നുകൾ സ്ഥാപിക്കും നമ്മൾ. ബയോ ബിൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ബൊക്കാച്ചി ബക്കറ്റിനെ കൂട്ടി കേട്ടിട്ടുണ്ട് നിങ്ങൾ? ബൊക്കാഷി ബക്കറ്റ് കേട്ടിട്ടുണ്ടോ? എന്താ സാധനം? ബൊക്കാഷി ബക്കറ്റ് എന്തിനാ? നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടേ ഇല്ല? ചെറിയൊരു ബക്കറ്റ്, ഇത്രയേ ഉള്ളൂ, 2 or 3 ലെയറുള്ള ഒരു ബക്കറ്റ് ഉണ്ടാവും. ആ ബക്കറ്റിലേക്ക് നമ്മൾ വേസ്റ്റ് ഇടും. പിന്നെ 2 or 3 ദിവസം കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കും, ഇനോക്കുലം ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ വേസ്റ്റ് അഴുകും. എന്തരും ഒരു വെള്ളം വരില്ലേ? ആ വെള്ളം എടുത്തിട്ട് അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടിക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടി എന്താവും? നന്നായിട്ട് വളരും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ, 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അതിൽ നല്ല മണ്ണിര, കമ്പോസ്റ്റ്, വളവും കിട്ടും നമുക്ക്. അപ്പോൾ ഒരു രീതി അതാണ്. എന്താ? ബയോ ബിന്നുകൾ സ്ഥാപിക്കുക അല്ലേ? ബയോ ബിന്നുകൾ സ്ഥാപിക്കുക. ആരെങ്കിലും വീട്ടിലുണ്ടോ? ബൊക്കാഷി ബക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണേ വീട്ടിൽ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക്. രണ്ടാമത്തെ മാർഗം, ഈ പ്ലാസ്റ്റിക് കടലാസെല്ലാം എന്താ ചെയ്യുക നിങ്ങൾ? ഹരിതകർമ്മസേനക്ക് കൊടുക്കും അല്ലേ? ഹരിതകർമ്മസേനക്കാർ വരലുണ്ടോ വീട്ടിൽ? ഉണ്ടോ? എന്നിട്ട് അവരെന്ത് ചെയ്യും? അത് ആദ്യം അവരെന്താ പണിയെടുക്കും അതിൻ്റെ? തരംതിരിക്കും. എങ്ങനെയെല്ലാം തരംതിരിക്കും? അല്ല, അത് തരംതിരിച്ചിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് വേറൊന്നിട്ടു. മണ്ണിൽ അലിയുന്ന, പെട്ടെന്ന് പൊടിയുന്നതും പൊടിയാത്തതുമായ അല്ലേ, മൈക്രോൺ, 30 മൈക്രോണിൽ കൂടുതലുള്ളത്, 30 മൈക്രോണിൽ താഴെയുള്ളതെല്ലാം തരംതിരിക്കും. പാലിൻ്റെ കൊട്ട വേറെ തന്നെ അല്ലേ, ബേക്കറി കൊട്ട വേറെ തന്നെ. ഇങ്ങനെ തരംതിരിച്ച് അവർ മാറ്റും. എന്നിട്ട് എവിടെ കൊണ്ടുപോകും? പയ്യന്നൂർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം മൂരിക്കോവൽ കണ്ടിട്ടുണ്ടോ? അവിടെ വെച്ച് അതെല്ലാം പൊടിച്ച് കളയാണ്. പൊടിച്ചിട്ട് ടാറ് നിർമ്മാണത്തിനും അല്ലേ റോഡ് നിർമ്മാണങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റുകയാണ്. പഴയ പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം എന്ത് ചെയ്യും? പറക്കാൻ ആൾ വരില്ലേ? ആക്രിക്കാർ വരില്ലേ വീട്ടിൽ? അതെന്ത് ചെയ്യും? പഴയ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം എന്ത് ചെയ്യും? റീസൈക്കിൾ ചെയ്യും, പുനഃചംക്രമണം ചെയ്യും
അല്ലേ? പുനഃചംക്രമണം ചെയ്തിട്ട് എന്താക്കും? വീണ്ടും അതേപോലുള്ള പ്ലാസ്റ്റിക് വിൽക്കാൻ വരുന്നില്ലേ വീട്ടിൽ? ഗുണനിലവാരം കുറഞ്ഞ മറ്റ് പ്ലാസ്റ്റിക് പാത്രങ്ങളായിട്ട് അതെന്തായി മാറും? വീണ്ടും അങ്ങനെ ആയിട്ട് മാറും അല്ലേ? അപ്പോൾ വീണ്ടും അതിനെ ഉപയോഗപ്പെടുത്തും. പക്ഷെ നമ്മൾ വീട്ടിൽ വരുന്ന വേസ്റ്റുകളാ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ കാലദൈർഘ്യം കൂട്ടാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? എന്താ അങ്ങനെ പറഞ്ഞാൽ? കാലദൈർഘ്യം കൂട്ടുക പറഞ്ഞാൽ നമ്മൾ വേഗം വലിച്ചെറിയുന്നതിന് പകരം എന്ത് ചെയ്യും? നമ്മുടെ അതിനെ വീണ്ടും ഉപയോഗയോഗ്യമുള്ളതാക്കി മാറ്റും. ശരിയല്ലേ? അങ്ങനെയുള്ളൊരു സാധനമാണ് അവിടെ തൂങ്ങുന്നത്. അവിടെ അതാ നോക്കുക, ഒരു ബോട്ടിൽ അത് അവിടെ തൂങ്ങുന്നത്. നിങ്ങൾ കണ്ടോ? ആ തൂങ്ങുന്ന ബോട്ടിൽ കണ്ടോ? ആ ബോട്ടിൽ എന്നാ നട്ടിട്ടുള്ളത്? ചെടി നട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യും പോയിട്ട് ഹാങ്ങിങ് പോട്ട് മേടിക്കും. പോയിട്ട് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് മുറിച്ചാൽ പോരാ. മുകളിലത്തെ ബോട്ടിൽ എന്താ ഉള്ള ഒരു രൂപം? എന്തെങ്കിലും രൂപമുണ്ടോ ആ മുകളിലത്തെ ബോട്ടിൽ? എന്നാ ഉള്ളത്? തല തിരിച്ച് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അതിലൊരു ഫേസ് ഉണ്ടല്ലോ. ഓക്കെ, ചില സമയത്ത് അതിൽ ആ കുത്തുന്ന ജീവി ഉണ്ടാവും. എന്താ ഉള്ള ആ തലയിൽ? ഇത് ഇവിടെ നോക്ക്, ഇതെന്തെങ്കിലും ജീവിയുടെ ഉണ്ടോ? ആനയുണ്ടോ? ആനയുണ്ടല്ലേ? ആനയുടെ ഒരു മുഖമുണ്ട് അല്ലേ? ഉണ്ടാ? നോക്ക്, ശരിക്കും നോക്കിയാൽ കാണൂ. ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് രൂപം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ആലോചിച്ചാൽ മതി. എന്നിട്ട് എങ്ങനെ തൂക്കാന്ന് ആലോചിച്ചാൽ മതി. അതിന് നേരെ തൂക്കുമ്പോഴാണ് ഇപ്പം ഭംഗിയല്ല, തലതിരിച്ച് തൂക്കിയപ്പോഴാ? തല തിരിച്ച് തൂക്കിയപ്പോൾ അല്ലേ? അപ്പോൾ നേരെ വെക്കണോ തല തിരിച്ച് വെക്കണോ എന്നല്ല ആരാ ആലോചിക്കേണ്ടത്? നമ്മൾ തന്നെ ആലോചിക്കണ്ടേ? വേണോ? വേണ്ട. ഇനി അതിൻ്റെ മുകളിൽ കല്ലുണ്ട്. അതോ എണ്ണം പഠിച്ചിട്ട് ബാക്കിയായ സാധനം. 1-ാം ക്ലാസ്സിൽ നിന്നോ LKG നിന്നെല്ലാം എണ്ണം പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ? നിറം പഠിക്കാൻ, എണ്ണം പഠിക്കാൻ അല്ലേ, കോർക്കാനൊക്കെ ഉപയോഗിച്ച സാധനമാണ്. അതിൻ്റെ മുകളിലുള്ള ചങ്ങലയോ ബാഗിൻ്റെ ചങ്ങലയാണ്. പഴയ ഉപയോഗിച്ച ബാഗിൻ്റെ ചങ്ങല. അതിൻ്റെ മുകളിലുള്ള റൗണ്ടോ? അത് പ്ലാസ്റ്റിക് കയറാണ് അല്ലേ? പേപ്പർ കെട്ടി വരുന്നത്, ടൈൽസ് കെട്ടി വരുന്ന ഒക്കെയുള്ള കയറ് കൊണ്ട് ഓരോന്നോരോന്ന് ഉള്ളിലിട്ട് മടഞ്ഞിട്ട് ആനച്ചങ്ങല ഉണ്ടാക്കി. കണ്ടാ? അങ്ങനെ കുറേ ചങ്ങല കാണുന്നില്ലേ ഇടാ? ഉണ്ടാ? അപ്പോൾ ഈ വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ച മാർബിളിൻ്റെ എല്ലാ കെട്ടിയ പ്ലാസ്റ്റിക് കയറും മാഷ അങ്ങനെയാക്കി മാറ്റി. കേട്ടാ? കണ്ടാ? അപ്പോൾ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് നമുക്ക് അങ്ങനെ ഉപയോഗമുണ്ട്. ചില സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗയോഗ്യമായ സാധനങ്ങളാക്കി മാറ്റാം. ശരിയാണോ? ഇനി പ്ലാസ്റ്റിക് മാത്രമാണോ വേസ്റ്റ്? അല്ല, വേറെന്താ ഉള്ളു വേസ്റ്റ്? ഈ വണ്ടിക്ക് എന്തുണ്ട് ഓടണമെങ്കിൽ? എൻജിനുണ്ട്. അതുകൂടാതെ പെട്രോൾ ഉണ്ട്. പിന്നെ ടയറ് വേണ്ടേ ഓടണമെങ്കിൽ? പെട്രോൾ മാത്രം ഉണ്ടായാൽ മതിയാ? ടയറ് വേണം. എങ്ങനെയുള്ള ടയറ്? സമചതുരാകൃതിയാണോ? റൗണ്ടാണല്ലേ? എന്നാലേ ഓടൂല്ലേ? സ്പെരിക്കലാണോ? ആണോ? നല്ല വട്ടല്ലേ? നല്ല സർക്കിളല്ലേ? സർക്കിൾ ആകൃതിയുള്ള നല്ല ടയർ ഉണ്ടാവണം. ഇവരൊന്നും മിണ്ടുന്നില്ല. പക്ഷെ മറ്റവർ പോലെ മറ്റവർ നല്ല രീതിയിൽ വല്ലതും പറഞ്ഞിട്ട് പോയവരാണ് അല്ലേ? അപ്പോൾ ആ ടയർ ഇവിടെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കിയാൽ ടയറിനെ കൊണ്ട്? എന്താ ഉള്ളത്? എന്താ ഉള്ളത്? ചെടി പൊട്ടിക്കാൻ പാടില്ല, തള്ളാൻ പാടില്ല ആരും. എന്താ ഉള്ളത്? ഇവിടെ എന്തുണ്ട്? ടയർ ഒന്ന് ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ടയറാണ്. ഈ ചെടിയെല്ലാം നട്ടതെല്ലാം ടയർ ചട്ടിയിലാണ്. കണ്ടാ? അതും ടയറാണ്. ആ കാണുന്ന അതും ടയറാണ്. കണ്ടാ? അതെന്തിനാക്കി വെച്ചിനറിയാം? ചെരുപ്പിട്ട് വെക്കാം, പത്രം ഇട്ട് വെക്കാം, പുറത്തുനിന്ന് ആരെങ്കിലും കത്തുകൾ കൊണ്ടുവന്നതിലിടാം അല്ലേ? പിന്നെ നിങ്ങൾക്ക് എത്താത്ത സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്.
കുട്ടികൾ എടുത്തിട്ട് അപകടം പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ, കത്തി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ. പക്ഷെ പുറത്ത് കത്തി വെക്കുന്നത് നല്ലതാണോ? അതും നല്ലതല്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് മോശമാക്കുന്ന സാധനമെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ എല്ലാം അങ്ങനെ ആരും അതിലിടും, വേഗം കിട്ടാതിരിക്കാൻ. ചോദിച്ചാലും എടുത്തു കൊടുക്കും കേട്ടാ. അപ്പോൾ ചെരുപ്പൊക്കെ നായി അടിച്ചുകൊണ്ടൊന്ന് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക, രാത്രിയാകുമ്പോൾ അതിലെടുത്തിടും. റൂമിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഉറിയാക്കിയിട്ട് അവിടെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് കണ്ടാ. ആണേ, റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എവിടെയാണ്? റബ്ബർ ഏറ്റവും കൂടുതൽ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? റബ്ബർ മരങ്ങൾ എവിടെയാണ് ഉള്ളത്? കണ്ടിട്ടുണ്ടോ റബ്ബർ മരം? അല്ലേ, റബ്ബർ മരത്തിൽ നിന്ന് റബ്ബർ പാലെടുത്തിട്ടല്ലേ റബ്ബർ ഉണ്ടാക്കുന്നത്? ചെരുപ്പ് നിർമ്മിക്കാൻ, ടയർ നിർമ്മിക്കാൻ, മാറ്റുകൾ നിർമ്മിക്കാൻ, അല്ലേ അല്ലേ ആണോ? അങ്ങനെയുള്ള സാധനം വീണ്ടും എന്ത് ചെയ്യാം, ടയറാക്കി മാറ്റാം, അല്ലേ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം, അല്ലേ അല്ലേ. ഭൂമിയിൽ വേഗം അഴുകിച്ചേരാത്ത സാധനങ്ങളെല്ലാം വേഗം നമുക്ക് മാറ്റി എടുക്കാം. മനസ്സിലായാ? അതിന് വേറെന്താ സാധനം കാണുന്നുണ്ടോ ഇങ്ങ് അപ്പുറം? അവിടെതാ മുയലുണ്ട്, റാബിറ്റ് ഉണ്ട്, പിന്നെ അതെന്തെന്ന സാധനം അവിടെ സിൽവർ കളറിലുള്ളത് എന്നാ സാധനം? പൂച്ചയത്? ഇവർ മുയലിനെ ശരിക്ക് കണ്ടിട്ടാ. നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം, ആ ഗേറ്റ് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. മക്കളെ കുറച്ച് ഇങ്ങോട്ട് മാറ്, ഗേറ്റിൻ്റെ അടുക്കുന്ന മാറ്. മെല്ലെ തള്ളാൻ പാടില്ല, ലൈനായിട്ട് പോവുക, തള്ളാതെ കണ്ടാ. കണ്ടോ മുയലിനാ? ഈ സാധനം നോക്കിയാ, ഇതെന്നാ സാധനം ഈ സിൽവർ കളറുള്ളത്? എന്താ അറിയാ? മരത്തിൻ്റെ വേര്. മരത്തിൻ്റെ വേര്, പഴയ തുണി, പ്ലാസ്റ്റിക് പൈപ്പ് എല്ലാം ഉണ്ട് അതിൽ, പിന്നെ സിമെൻറ്റ്, പഴയ തുണി എല്ലാം ഉണ്ട് അതിൽ, ടയറും ഉണ്ട് അതിൽ, അല്ലേ. ഇനി മുകളിൽ തൂങ്ങുന്ന ചെടിയോ? ആ സ്പൈഡർ പ്ലാന്റ് ഇല വളർത്തിയില്ല നോക്കിയേ. ആ ചെടിയുടെ പേരറിയാം? അതാ സ്പൈഡർ പ്ലാന്റ്. അതേലാ വളർത്തിന്? അതേത് കുപ്പിയാ? ഏത് കുപ്പി? മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പിയാണ്. തലതിരിച്ച് അല്ല, അടിഭാഗം മുറിച്ചളഞ്ഞു, തലതിരിച്ചിട്ട് തൂക്കി. അതിൻ്റെ പെയിൻ്റ് അടിച്ചോ, സ്പ്രേ പെയിൻ്റ് അടിച്ച്. അവിടെ പോയിരുന്നു എല്ലാവരും, അവിടെ പോയിരിക്കും, അവിടെ പോയിരുന്നു, അവിടെ പോയിരുന്നോ? ആ സീറ്റിൽ അവിടെ പോയിരുന്നോ? അവിടെ ഇരുന്നോ? ഒന്നിച്ചല്ല, ഒരു 3 നാളിരുന്നാൽ മതി. അവർ 3 നാളിരിക്കും. ഒന്നിച്ചിരുന്നാൽ പൊട്ടിപ്പോവും. ഉണ്ടോ? എന്നാ അത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാണ്, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയത്. അത് രണ്ടും, അതും ഇതുമല്ല, അതും ക്ലേ ആണ്. ഒരു റാബിറ്റ് ഉണ്ട് അപ്പുറം. ഇവിടെ ഒരു സാധനം ഉണ്ട് അല്ലേ, തൊട്ടാൽ പൊട്ടും കേട്ടാ. അങ്ങ് അവിടെ ഒരു ബുദ്ധനുണ്ട് കണ്ടാ, അവിടെ ഒരു ബുദ്ധനുണ്ട്. അതെല്ലാം ക്ലേ കൊണ്ട് നിർമ്മിച്ചാണ്. ഏതിനെ കൊണ്ടാ? ക്ലേ കൊണ്ട്. അപ്പം നിങ്ങൾക്കും എന്ത് ചെയ്യാം, ക്ലേ കിട്ടുവാണെങ്കിൽ വിവിധ സാധനങ്ങൾ ഉണ്ടാക്കാം. ശരിയല്ലേ?
കുറച്ച് കഴിയുമ്പോൾ ഒരു 3 മണിയാകുമ്പോഴേക്ക് ഒരു 3-4 പക്ഷികൾ വരും. എന്നിട്ട് കുളിച്ചിട്ട് പോകും കേട്ടാ. അങ്ങ് അവിടെ തൂക്കി കൊടുത്താ വേണ്ട. അതെന്തിനാ? പക്ഷിക്ക് തിന്നാനുള്ള സാധനം അതിൽ ഇട്ട് കൊടുക്കും, പഴങ്ങൾ ഇട്ട് കൊടുക്കും. പഴം തിന്നിട്ട് അവർ പോകും. അപ്പം ഏതെല്ലാം പക്ഷികളെ അറിയാം നിങ്ങൾക്ക്? കുറേ അറിയാം. അതായത് 2 പക്ഷിയുടെ പേര് പറഞ്ഞു. കാക്ക, തത്ത, ഇതേ പക്ഷികളുള്ളൂ. പ്രാവ്, ഇത് 3 വരലില്ല ഇടാ. ഇവിടെ ഇത് 3 വരലില്ല. വേറെ ഏതെല്ലാം പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? പൂത്താങ്കിരി, കുരുവി, തേൻകുരുവി, പിന്നെ ബുൾബുൾ വരലുണ്ടാ? കണ്ടിട്ടുണ്ടാ? അതിന്റെ വേറെ പേരെന്നാ? ഇരട്ടത്തലച്ചി. ക്ലേ കൊണ്ട് ചെയ്തത്. ഇനി ചെടിയൊക്കെ വെച്ച സ്റ്റാൻഡ് കണ്ട? ചെടിയൊക്കെ വെച്ച സ്റ്റാൻഡ് കണ്ട? അതും വേസ്റ്റാണ്. സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചത് കണ്ട? അതും വേസ്റ്റ് കമ്പി എടുത്ത് ഉണ്ടാക്കി വെച്ച. ഏത് പേരുന്നാ? ദിയ ഫാത്തിമ നന്നായിട്ട് തവളയുടെ സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. നോക്കട്ടെ, സിയ. എന്നാ സിയ നന്നായിട്ട് തവളയുടെ സൗണ്ട് ഉണ്ടാക്കുന്ന പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം. എന്തേ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചെയ്യാം. കുറച്ചപ്പുറത്ത് വാ. നമ്മൾ അതിൻ്റെ ഉള്ള സീറ്റ് നിർത്തി. തവളയുടെ സൗണ്ട് ഉണ്ടാക്കും സിയാണ്ടോ. നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ജീവജാലങ്ങളെ കണ്ടിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ശബ്ദം അനുകരിക്കാൻ പഠിക്കുമല്ലേ നമ്മൾ, അല്ലേ? തവളയുടെ, പൂച്ചയുടെ, പക്ഷികളുടെ എല്ലാം അനുകരിക്കാൻ പഠിച്ചാൽ നമുക്ക് എന്തായി? ഏതാണ് ആ പക്ഷി, ഏതാണ് മൃഗം തിരിച്ചറിയാൻ പറ്റും, അല്ലേ? അപ്പോൾ പക്ഷികളെ കാണുമ്പോൾ അതിൻ്റെ ശബ്ദം നോക്കുക, അല്ലേ? മൃഗങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് ശബ്ദം നോക്കുക. അങ്ങനെ നോക്കിയതുകൊണ്ടാണ് ശരിക്ക് തവളയുടെ ഒച്ച ഉണ്ടാക്കാൻ പറ്റും. നോക്കട്ടെ. അതേത് തവളയാ? തവള ഒരുപാട് തവളയുണ്ട്. പേക്കൻ തവളയുണ്ട്, അല്ലേ? അല്ലേ? പിന്നെയോ മണാട്ടി തവളയുണ്ട്. പിന്നെ മണാട്ടി തവളയെന്ന് കേട്ടിട്ട് നിങ്ങൾ ഇതുവരെ? വീട്ടിനകത്തുണ്ടാകുന്ന ഒരു ചുവന്ന നിറമുള്ള സാധനം കണ്ടിട്ടില്ലേ? ഇപ്പം എല്ലാ വീടുകളിലും അധികം കാണില്ല, പക്ഷെ ഉണ്ട് ചുവന്ന നിറമുള്ള ചെറിയ തവള. വേറെ ഉണ്ട് ചൊറിത്തവളകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടാ? മരത്തവളയെന്ന് കണ്ടിട്ടുണ്ടാ? മരത്തിൽ ഇങ്ങനെ പാറി നടക്കുന്ന തവള, മരത്തവള അല്ലേ? പാറി ഒരു മരത്തിൽ മറ്റിലേക്ക് പാറി കിടക്കും, പക്ഷികളെ പോലെ. മരത്തവള കണ്ടില്ല അല്ലേ? മോളുണ്ടാക്കിയ തവള ഏത് തവളയെന്നറിയാം ഇപ്പോൾ? എങ്ങനെ മറ്റേ തവള കരയാ? പേക്കാച്ചി തവള എങ്ങനെ കരയാ? മഴക്കാലം വരുമ്പോൾ വയലിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കാം. കേട്ടിട്ടുണ്ടാ? മഴക്കാലത്ത് വയൽ നല്ല സൗണ്ട് ഉണ്ടാവും, നല്ല സൗണ്ട്. അതെങ്ങനെയാ? എങ്ങനെ നമ്മൾ അക്ഷരത്തിൽ പഠിച്ചത്? തവള കരയുന്നത് അക്ഷരത്തിൽ എങ്ങനെയാ പഠിച്ചത്? പേക്കറോം പോലെ കരയുന്ന തവള പേക്കാച്ചി തവള. പേക്കറോം കരയുന്ന തവള പേക്കാച്ചി തവള. മോളിപ്പ് ഉണ്ടാക്കിയ തവള ഏതാ അറിയാം? മണങ്ങ് തവള. ചെറിയൊരു തവളയുണ്ട്. നമ്മൾ വീട്ടിൽ വെള്ളമൊക്കെ പുറത്ത് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ചെറിയ കുഞ്ഞി തവളേനെ കാണാം രാത്രി നേരം, അല്ലേ? മണക്കുകൾ. അങ്ങനെയുള്ള തവളയുടെ ചെറിയ സൗണ്ടാണത്. മരത്തിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, അല്ലേ? ആണോ? അങ്ങനെയാണ് പക്ഷികളെ കാണുമ്പോൾ ഏത് പക്ഷിയാന്ന് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക്? കുയിലിൻ്റെ ശബ്ദം എങ്ങനെയാ? കുയിലിൻ്റെ ഇവൻ ആടിൻ്റെ ശബ്ദം എടുക്കും, അല്ലേ? ആടിൻ്റെ ശബ്ദം നോക്കട്ടെ. ആടിൻ്റെ ശബ്ദം കുറച്ച് സമയത്തേക്ക് ആടായി ഉണ്ട് നമ്മള്, അല്ലേ? കുറച്ച് സമയത്തേക്ക് ആടായി. നിന്നെക്കുറിച്ച് അറിയുന്ന കാര്യമല്ലേ അവള് പറഞ്ഞത്? ആണോ? നിനക്ക് താറാവിൻ്റെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്ന അവള് പറഞ്ഞു. നിന്നെക്കുറിച്ച് അവൾക്ക് അതാ അറിയുന്നത്. അപ്പം എങ്ങനെ താറാവിൻ്റെ ശബ്ദം ഉണ്ടാക്കുക? ക്വാക്ക് ക്വാക്ക് എന്നാണ്. അങ്ങനെ പഠിച്ചല്ലേ അക്ഷരത്തിൽ? അപ്പോൾ നോക്കട്ടെ. ഒന്നുകൂടി. എന്നാ അതിൻ്റെ മലയാളം വോൾഫിൻ്റെ? ചെന്നായി അല്ലേ? കുറുക്കൻ്റെ ശബ്ദം വേഗം എല്ലാവർക്കും ആക്കാനാവും.
അതെങ്ങനെയാ? ആ അവിടെ ഉള്ളിൽ കയറിയിട്ട് നടക്കിയിരുന്നോ? അവിടെ ഇരുന്നോ? ആ സ്റ്റെപ്പിലിരുന്നോ? ഉള്ളെടുക്കലിരിക്കാം, താഴെ ഇരിക്കാം കേട്ടാ, താഴെ ഇരിക്കാം. ആ ഉള്ള സ്ഥലത്തല്ലേ ഇരിക്കാം. ആ അവിടെയല്ലേ ഇരുന്നോ? അവിടെയല്ലേ ഇരുന്നോ? ഇരുന്നാ? വൃത്തി ഇരുന്നാ? ഇരുന്നാ? ചൂടുണ്ടോ ഇപ്പോൾ? ഉച്ചയല്ലേ, എന്നാൽ അത്ര ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടാ? ഇല്ലല്ല, അത്ര ചൂടില്ല. എന്തിനു വേണ്ടി ഇരുന്നറിയാം നിങ്ങൾക്ക്? ഇതിൻ്റെ ഉള്ളിലും പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. ചിരട്ടനെ കൊണ്ടുണ്ടാക്കിയുണ്ട്. പിന്നെ ആ ഇവിടെ ഒരു സാധനമുണ്ട് അല്ലേ? പിന്നെ ആയാ ഇരുന്നില്ല എല്ലാവരും? അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട സാധനം എന്ന് പറഞ്ഞു എന്താ? ചിരട്ടേനെ കൊണ്ടുള്ള സാധനങ്ങളുണ്ട് പറഞ്ഞു അല്ലേ? ചിരട്ട ഒരു പാഴ്വസ്തു ആണോ? ആണോ? അത് ഭൂമിയിൽ ലയിക്കൂലേ? കുറേ കാലം കഴിയും. പെട്ടെന്ന് അങ്ങനെ ഭൂമിയായിട്ട് എന്ത് ലയിക്കൂല. ആവാ ഒരുപാട് കാലം എടുക്കും. പക്ഷെ ചിരട്ട വെറുതെ പുറത്ത് വലിച്ചെറിഞ്ഞാൽ എന്താവും? ചിരട്ട വെറുതെ നമ്മൾ തേങ്ങ ചിരവി എടുത്ത് ചിരട്ട വലിച്ചെറിഞ്ഞു പുറത്തേക്ക്, എന്താവുക? ആ അതിലേക്ക് വെള്ളം നിറഞ്ഞിട്ട് കൊതുക് മുട്ടയിടും. മുട്ടയിട്ടാൽ എന്താവല്ലേ? കൊതുകിൻ്റെ എണ്ണം കൂടും. അപ്പോൾ കൊതുകിൻ്റെ എണ്ണം കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അങ്ങനെയുള്ള വേസ്റ്റുകൾ എടുത്ത് വെള്ളം നനയാത്തടുത്ത് സൂക്ഷിച്ച് വെക്കണം. കമിഴ്ത്തി വെക്കുന്നതിനേക്കാൾ നല്ല കാര്യം എന്താ? നനയാത്തടത്ത് എടുത്ത് സൂക്ഷിക്കലല്ലേ. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ അതിനെക്കൊണ്ട് നിർമ്മിക്കണം അല്ലേ? ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാ? LP തലം മുതൽ ഹയർ സെക്കൻഡറി വരെ പ്രവൃത്തി പരിചയ മേളയിൽ ഒരു ഐറ്റം ഉണ്ട് നിങ്ങൾക്ക്. എന്താ ഐറ്റം? കോക്കനട്ട് ഷെൽ പ്രോഡക്റ്റ് നിർമ്മാണം. കോക്കനട്ട് ഷെൽ പ്രോഡക്റ്റ് നിർമ്മാണം, ചിരട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റങ്ങൾ നിർമ്മിക്കൽ, ഹാൻഡിക്രാഫ്റ്റ്. ആരെങ്കിലും പോയവരുണ്ടോ? ചിരട്ട നിർമ്മാണത്തിന് പോയവരുണ്ടോ? അപ്പോൾ വെക്കേഷനാണ് വരാൻ പോകുന്നത്. വെക്കേഷനിൽ വീട്ടിലെ ചിരട്ട എടുത്തിട്ട് നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുക. അപ്പോൾ ജഡ്ജസ് അവിടെ വന്നിട്ട് ഒരു വിഷയം തരും. ആ വിഷയത്തിനനുസരിച്ച് സാധനം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നോക്ക്, ഇവിടെ എന്തെല്ലാം സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതാ മാഷ് ഒരു സാധനം എടുക്കുക, ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ ഒരു മനുഷ്യൻ, പിന്നെയോ ഒരു മനുഷ്യൻ മാത്രമാണോ? 2 മനുഷ്യരുണ്ട് അതിൽ ഒരാൾ എന്നാ ചെയ്യുന്നത്? ഒരാൾ വലിച്ചു കൊണ്ടുപോകുന്നു, മറ്റൊരാളോ അതിൽ സുഖിച്ചിരിക്കുന്നു. ശരിയല്ല? നല്ല സുഖമല്ലേ ഒരാൾ വലിച്ചിട്ട് ഒരാൾ അല്ലേ? ഒരാൾ വലിച്ചുകൊണ്ട് പോകുന്നു, മറ്റാൾ ഇരുന്നിട്ട് പോകും. നല്ല സുഖമായിരിക്കൂലേ? ആണോ? അങ്ങനെയാണ്. ആരായിരിക്കും വലിക്കുന്ന ആള്? വലിക്കുന്ന ആളാരായിരിക്കും? ആരാ? പണിക്കാരനായിരിക്കൂലേ? അല്ലേ? പണിക്കാരനായിരിക്കൂലേ? ആണോ? അപ്പോൾ മൃഗങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള വണ്ടികൾ വലിക്കാൻ ആളുകളാണ് ഉണ്ടായിരുന്നത് അല്ലേ? വയലിൽ കാളകളെ കൊണ്ട് പൂട്ടുന്നതിന് മുമ്പേ ആരാ ഉണ്ടായിരുന്നറിയാം? മനുഷ്യന്മാരെയാണ് ഈ പണിയൊക്കെ എടുപ്പിച്ചിരുന്നത്. അവരെ വിളിച്ചത് അടിമകൾ എന്നാണ്. എന്താ വിളിച്ചത്? അടിമകൾ. അടിമയും ഉടമയും 2 വാക്ക് കിട്ടിയ. അടിമ, ഉടമ. ഇതിൽ ആരാണ് ഉടമ, ആരാണ് അടിമ?
വലിക്കുന്ന ആൾ അടിമ, ഇരിക്കുന്ന ആള് ഉടമ. അയാൾ ചിലപ്പോൾ വലിയ പണക്കാരനായിരിക്കാം, ചിലപ്പോൾ രാജാവായിരിക്കാം. ആയിരിക്കൂലേ? ചിലപ്പോൾ വലിയ പണക്കാരനായിരിക്കാം, ചിലപ്പോൾ രാജാവായിരിക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് അടിമയാവാനാണോ ഇഷ്ടം, ഉടമയാവാനാണോ ഇഷ്ടം? നിങ്ങൾക്ക് എന്താ ഇഷ്ടം? അടിമയാവാനാണോ ഇഷ്ടം, ഉടമയാവാനാണോ ഇഷ്ടം? തന്നെ ഏത് തരത്തിൽ എല്ലാവരോടും പെരുമാറണം? നല്ല രീതിയിൽ, അല്ലേ? എന്നാൽ പഴയ കാലത്ത് അടിമകൾക്ക് കൂലിക്ക് പകരം അടിയായിരുന്നു കൊടുത്തിരുന്നത്. കൂലിക്ക് പകരം എന്താ കൊടുക്കുക? അടി. നല്ല ഭക്ഷണമൊന്നും കൊടുക്കൂല. നിലത്താണ് തിന്നാനെല്ലാം കൊടുക്കുക. അറിയാം? നിലത്ത് ഒരു കുഴി ഉണ്ടാക്കും. കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഇല വെക്കും. എന്നിട്ട് ആ ഇലയിൽ കഞ്ഞി വിളമ്പി കൊടുക്കും. നിങ്ങൾ കുടിക്കുക ഇങ്ങനെ തന്നാൽ. എന്നാൽ പണ്ടുള്ളവർ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ജാതി സമ്പ്രദായത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. കേട്ടാ? നമ്മ ഇപ്പം കുടിക്കും അങ്ങനെ ഇല്ല. ആ അടിമത്ത സമ്പ്രദായം എല്ലാം പോയി. ഇപ്പോഴെന്തായി? മുതലാളിയും തൊഴിലാളിയുമായി, അല്ലേ? അടിമ ഉടമ പോയിട്ട് എന്തായി? മുതലാളിയും തൊഴിലാളിയായി. തൊഴിലാളിക്ക് കൃത്യമായ ശമ്പളം, കൂലി കിട്ടാൻ വേണ്ടി തുടങ്ങി, അല്ലേ? പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിൽ. ആണോ? അപ്പോൾ അമ്മ പറഞ്ഞ് അങ്ങനെ പോയി. അടുത്ത മറ്റൊരു സാധനം നോക്ക്. ചിരട്ടേനെ കൊണ്ട് തന്നെ ചെയ്തത് എന്താ? പൂവ്. ചിരട്ടപ്പൂവ്, അല്ലേ? ചിരട്ടപ്പൂവ്. ചിരട്ട ത്രികോണാകൃതിയിൽ മുറിച്ചിട്ട് എന്ത് ചെയ്തു? ചിരട്ട ത്രികോണാകൃതിയിൽ മുറിച്ചിട്ട് ഇതിൻ്റെ അരികു വശം റൗണ്ടായിട്ട് സാൻഡ് പേപ്പറിൽ ഉരച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു. എല്ലാം കൈകൊണ്ടുള്ള വർക്കാണ്. ഹാക്സോ ബ്ലേഡ് കൊണ്ട് മുറിക്കും, എമറി പേപ്പർ കൊണ്ട് മിനുസപ്പെടുത്തും, എന്നിട്ട് ചിരട്ടപ്പൊടിയും ഫ്ലക്സ് ഒട്ടിക്കുന്ന ഗമ്മ് ഉപയോഗിച്ച് ഇതിനെ ഒട്ടിച്ചെടുക്കും. അതുകൊണ്ട് ചിരട്ടപ്പൊടി പോലും ഇവിടെ ഡിമാൻഡ് ഉണ്ട്, കേട്ടാ. ചിരട്ട ചില്ലറക്കാരനല്ല. ചിരട്ട കൊണ്ട് നമുക്ക് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റങ്ങൾ ചെയ്യാം, ഐഡിയ ഉണ്ടെങ്കിൽ. ആർക്ക് ഐഡിയ വേണം? നമുക്ക് ഐഡിയ വേണം. അതുകൊണ്ട് ആദ്യം വരച്ച് നോക്കണം. വരച്ചിട്ട് അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. വേണം. അപ്പോൾ ചിരട്ട കൊണ്ടുള്ള മറ്റൊരു സാധനം കണ്ടു. ഇതാ ചിരട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വേറെ സാധനം. ഇതിലാരിലുണ്ട്? പൂവുണ്ട്, മൃഗത്തിൻ്റെ തലയുണ്ട്, അല്ലേ? രണ്ട് ഭാഗത്തും മൃഗത്തിൻ്റെ തലയുണ്ട്. ഒരു ഭാഗത്ത് വേറൊരു മൃഗം, മറ്റൊരു ഭാഗത്ത് വേറൊരു മൃഗം. ഇത് ആരുടെ ചെവിയാ? മുയലിൻ്റെ ചെവിയാണ്, അല്ലേ? മുയലിൻ്റെ ചെവിയാണ്. ഇപ്പുറത്തെ മുഖം ആരുടേതാ? വ്യക്തമായി കാണൂല, എൻ്റെ വിരലുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൽ ചെടിയും പൂവുണ്ട്, ഒരു മൃഗമുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയും നമുക്ക് ചിരട്ട കൊണ്ട് കണ്ട. ഏത്? എന്താ കുറേ മൃഗങ്ങളും കുറേ പെൻസിലൊക്കെ ഇട്ട് വെച്ച ഒരു സാധനം കണ്ട. എന്താ ഇത്രയും പെൻസിലുണ്ട് ഇതിൽ, കണ്ട? ആ സാധനം കണ്ടോ? അതും വേസ്റ്റ് മെറ്റീരിയലിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്, പൈസ കൊടുത്ത് മേടിച്ചതൊന്നല്ല. ഏത് വേസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും നോക്ക് നിങ്ങൾ. ഏത് വേസ്റ്റ് മെറ്റീരിയലാണ്? എടുക്കാൻ കിട്ടൂല. അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഫിറ്റ് ചെയ്തതാണ്, അത് എടുക്കാൻ കിട്ടൂല. ഈ താഴത്തെ ഈ സാധനം എന്തായിരിക്കും? താഴെയുള്ള ഈ സാധനം എന്തായിരിക്കും? കേക്കിൻ്റെ ബേസ്, അല്ലേ? കേക്കിൻ്റെ ബേസ്. കേക്ക് അതിലാണ് നമുക്ക് കിട്ടുക. പിറന്നാളിനെല്ലാം കേക്ക് മേടിക്കില്ലേ? നിങ്ങൾ ആ കേക്കിൻ്റെ ബേസ് എന്ത് ചെയ്യും? നിങ്ങളെന്ത് ചെയ്യും? തിന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യല്? തേച്ച് ഡെക്കറേറ്റ് ചെയ്യണ്ട, അല്ലേ? നല്ല കാര്യമാണ്. അപ്പോൾ മാഷ് ഇങ്ങനെ ആക്കി അതിനെ കൊണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കാണുന്ന ഈ സാധനം എന്താ? ഈ സാധനം ഇതെല്ലാം ശരിക്കും നോക്ക്. എന്താണ് ആ സാധനം? ശരിക്കും നോക്ക്. ബാമ്പു അല്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വിജയിച്ചു.
മരമല്ല, പൈപ്പാണ്. എന്ത് പൈപ്പ്? PVC പൈപ്പ് അല്ലേ? PVC പൈപ്പ്. വേസ്റ്റ് വന്ന PVC പൈപ്പ് കൊണ്ടാണ് ആ പെൻ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം PVC ആണ്. ഇത് വലിയ PVC, 4 ഇഞ്ചിൻ്റെ PVC, 3/4 ഇഞ്ചിൻ്റെ PVC. പിന്നെ ഈ കാണുന്നതോ ഇതോ? ആ, അത് പെയിൻറ് ഇതിന് സ്പ്രേ പെയിൻറ്റിങ് അടിച്ച ആ ബോട്ടിലിൻ്റെ മൂടി തന്നെയാണ്. ഇനി ഈ കാണുന്ന ഈ സാധനം ഇതെല്ലാം അല്ല, അത് റെസിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ ആ കളിപ്പാട്ടവും നമ്മൾ എന്ത് ചെയ്തു? അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ആവശ്യം കഴിഞ്ഞു അല്ലേ? കളിച്ചെല്ലാം മതിയാക്കി കഴിഞ്ഞു. ഇനി അത് വേണ്ട. നിങ്ങൾക്ക് അങ്ങനെയല്ലേ? ഒരു കളിപ്പാട്ടം കിട്ടിയ 2 ദിവസമല്ലേ കളിക്കൽ അല്ലേ? ആ, ചില കുട്ടികൾ ഒരുപാട് കാലം കളിക്കും, ചിലരെ വേഗം ഒഴിവാക്കും അല്ലേ? അങ്ങനെ ഒഴിവാക്കി കിട്ടുന്ന ആ വേസ്റ്റ് ആവുന്ന സാധനത്തെ അതിലേക്ക് പറ്റിച്ചു കൊടുത്തു. ഇനി ഇങ്ങനെ പെന്ന് വെച്ചോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതായി പെന്ന് ഇതിലിട്ട് വെച്ചോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്താണ് ഗുണം? സാധനങ്ങൾ സൂക്ഷിക്കാം. ആവശ്യം വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പോയിട്ട് എടുക്കാം അല്ലേ? അങ്ങനെ നിങ്ങൾ ചെയ്യൽ? പെൻ ഹോൾഡർ ഉണ്ടാക്കലുണ്ട? ഇല്ല അല്ലേ? 5ാം ക്ലാസ്സിൽ പെൻ ഹോൾഡർ നിർമ്മാണം ഉണ്ട്. 5ാം ക്ലാസ്സിൽ കേട്ടാ, ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അത്രയും കാര്യം ഇട്ട് വെക്കാനുള്ളൊരു സാധനം ഉണ്ടാക്കി PVC കൊണ്ട് അല്ലേ? അങ്ങനെയും ചെയ്തു വെക്കാം നമുക്ക് PVC പൈപ്പ് കൊണ്ട്. ഇനി അവിടെ ബ്രഷ് ഇട്ട് വെക്കാൻ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ട് കണ്ടാ, അതും PVC പൈപ്പാണ് കണ്ടാ. ഇനി അവിടെ തൂങ്ങുന്നതാ, അവിടെയുള്ളതാ ആ കോക്കനട്ട് ഷെല്ല് വർക്ക് ഏതിലാ ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ? ആ, പഴയ പ്ലേറ്റിലേക്ക് പഴയ പാൻറ് തുണി ഉപയോഗിച്ച് അല്ലേ അത് ഒട്ടിച്ചു കൊടുത്ത് അതിലേക്കാണ് ആ ചിരട്ട ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്ക്, ഈ ചിത്രം നോക്ക്. അതോ അത് നൂല് കൊണ്ട് ചെയ്തൊരു വർക്കാണ്. നൂല് കൊണ്ട്, കളർ നൂല് കൊണ്ട് ചെയ്ത വർക്കാണ് കണ്ടാ. ഇനി ഇത് നോക്ക്, ഇതും പൈസ കൊടുത്ത് മേടിച്ചോന്നല്ല. അത് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ കളർ പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്തതാണ്. നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടാ. പൈസ കൊടുത്ത് വാങ്ങിക്കോ. നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലേ വേണിക്കല്ലേ? ആ, പൈസ കൊടുത്ത് വാങ്ങാൻ പോയാൽ ഒന്നിന് ഒരു 250, 300 രൂപ, 350 രൂപ മേടിക്കും. മാസക്ക് അതിനുള്ള ചിലവ് എത്രയാ? 100 രൂപയാണ് ഫ്രെയിം അടക്കം. നിങ്ങൾക്കും മൊബൈലില്ലേ? നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുക്കലുണ്ടാ? എന്താ ഫോട്ടോ എടുക്കുക? വരുന്ന പക്ഷികളുടെ ഫോട്ടോ എടുക്കുക, പ്രിന്റ് എടുക്കുക. പൂമ്പാറ്റകളുടെ ആൽബം ഉണ്ടാക്കണം. എന്ത് വേണം? പൂമ്പാറ്റകളുടെ ഫോട്ടോ എടുക്കുക, അതിൻ്റെ പ്രിന്റ് എടുക്കുക, ആൽബം ഉണ്ടാക്കുക അല്ലേ? പൂക്കൾ വേണമെങ്കിൽ അങ്ങനെ അല്ലേ? കാവുകളിലെ സസ്യങ്ങൾ വേണം അങ്ങനെ. കാവുകളിൽ ഇപ്പോൾ ഒരുപാട് സസ്യങ്ങളെ പരിചയപ്പെടാം. സ്കൂളിൻ്റെ അടുത്ത് കാവില്ലേ? ആ, കാവിലെ പ്രധാനപ്പെട്ട കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളുടെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ആൽബം ഉണ്ടാക്കാം. ചെയ്യാൻ പറ്റില്ലേ? ആ, പഠിക്കുന്ന കുട്ടികളിൽ അങ്ങനെ ചെയ്യുക അല്ലേ? ആ തെയ്യത്തിൻ്റെ എല്ലാം മാഷിൻ്റെ മരുമോള് വരച്ച ചിത്രങ്ങളാണത്. പെൻസിൽ ഡ്രോയിങ് ആണ്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ മോളെടുത്തുണ്ട്. മാഷ് അതിനെന്ത് ചെയ്തു? എന്നിട്ട് അതിനെ സ്കാൻ ചെയ്ത് പ്രിൻ്റ് എടുത്ത് മാഷ് അതിനെ വേറെ ഫ്രെയിം ചെയ്ത് വെച്ചു. അതിൻ്റെ ഒറിജിനൽ സാധനം മാഷിൻ്റെ മരുമകളുടെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരു സാധനം ചെയ്തപ്പോൾ അത് 3 വീട്ടിലേക്കായി പ്രിൻ്റ് എടുത്തിട്ട്. ക്ലിയറായാ? അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാൻ മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് വരച്ചാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഉപ്പൻ എന്ന് പറഞ്ഞ പക്ഷി ഏതാ? ചകോരത്തിനെ കേട്ടിനാ? കണ്ടിട്ടേ ഇല്ലേ? ചകോരം കണ്ടിട്ടേ ഇല്ല? ചുവന്ന കണ്ണുള്ള, കാക്കയെ പോലെ വലിപ്പമുള്ള, ബ്രൗൺ നിറമുള്ള, അതിൻ്റെ പേരാണ് എന്തെന്ന്? ചകോരം അല്ലെങ്കിൽ ഉപ്പൻ. പൂത്താങ്കിരിയിലെ വേറൊരു പേരെന്നാ? പൂത്താങ്കിരിയിലെ വേറൊരു പേര് ചവീലാതി എന്ന് കേട്ടിനാ? ചവീലാതി പക്ഷി. ചപ്പിലക്കിളി എന്ന് കേട്ടിനാ? ചപ്പിലക്കിളി. 7 സിസ്റ്റേഴ്സ് എന്ന് കേട്ടിനാ? 7 സിസ്റ്റേഴ്സ്.
പൂത്താങ്കിയിൽ വേറെ പേരാ അത്, 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 7 7 8 പക്ഷികൾ ഒന്നിച്ച് എപ്പോഴും ഉണ്ടാവും. അവരിവിടെ വരലുണ്ട് ദിവസം. എന്തുകൊണ്ടാണ് പക്ഷികൾ ഇവിടെ വരുന്നത് അറിയാമെങ്കിൽ? ഒന്ന്, അതിനൊന്നും ചെയ്യൂല നമ്മൾ. 2, അവർക്ക് തിന്നാനുള്ള സാധനങ്ങൾ കിട്ടും. 3, അവർക്ക് ഇവിടെ കഴിയാൻ ആവശ്യമായ എല്ലാ ആവാസ വ്യവസ്ഥയുണ്ട്. കൂട് കെട്ടാനുള്ള സ്ഥലമുണ്ട്, അവർക്ക് തിന്നാനുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? അവരൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും പക്ഷികൾ വരും ഇങ്ങനെയാണെങ്കിൽ കേട്ടാ. അതുകൊണ്ട് പക്ഷിനെ കൂട്ടിലിട്ട് വളർത്തേണ്ട ആവശ്യമില്ല. വളർത്തണം. പക്ഷികൾ വീട്ടിലേക്ക് തനിയെ വരും. എങ്ങനെയാണെങ്കിൽ അവർക്ക് തിന്നാനുള്ളത് വേണം, കുടിക്കാനുള്ളത് വേണം, അവർക്ക് കൂട് കെട്ടാനുള്ള സൗകര്യങ്ങൾ വേണം. അവരെന്ത് ചെയ്യാൻ പാടില്ല? പ്രാവിനെ വളർത്തുന്നതല്ലേ? ആ, തനിയെ വന്നത് അല്ലേ? പ്രാവിന് എവിടെ സൗകര്യം കിട്ടിയാലും അവർ വേഗം വരും കേട്ടോ. ഇവിടെ ഒരു കൂട് കണ്ടോ? ഇത് ഒരു പക്ഷിയുടെ കൂടാണ്, അടക്കാക്കുരുവിയുടെ കൂടാണ്. ഇങ്ങനെ ഒരു 5 കൂട് നിങ്ങൾക്ക് പുറത്ത് ചെടിയിൽ കാണാൻ പറ്റും. ഇവിടെ മുട്ടയിട്ട് വളർന്ന പക്ഷികളുടെ കൂടുകൾ പുറത്ത് ഓരോ ചെടിയിലും കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം പുറത്തിറങ്ങുമ്പോൾ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ വളരെ ചെയ്യുന്നുണ്ടായിരുന്നേ. ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ കുളിക്കും. കണ്ടോ, അവർ കുളിക്കുന്നുണ്ടോ? അത് നിങ്ങളെ പേടിച്ചു. അതാ വർഷം. ഇപ്പം താഴേക്ക് ഇറങ്ങും കേട്ടോ. ആ പക്ഷിയുടെ കൂടാണ് അടക്കാക്കുരുവി. അതിന്റെ കുഞ്ഞാണത് കൂട്ടിൽ നിന്ന് പുറത്തേക്ക്. കണ്ടാ, കൊക്ക് പുറത്തേക്ക് ഇട്ടേക്കുന്നത് കണ്ടില്ലേ? ആ, ഇനി മറ്റൊന്ന്, നിങ്ങളെല്ലാം ടൂറിന് പോയില്ലേ? ടൂറിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനം ഫോട്ടോ എടുക്കലുണ്ട് അല്ലേ? അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണിത്. മൊബൈലിൽ തന്നെ എടുത്തത്. മൊബൈലിൽ എടുത്തിട്ട് അങ്ങനെ പ്രിന്റ് എടുത്തത്. ഇതേതാ സ്ഥലം? അതിന്റെ ഏതാ സ്ഥലം എന്നറിയാം? നമ്മുടെ തൊട്ടടുത്തുള്ള വയലപ്ര. പോയി ഞങ്ങള് അവിടെ ഇങ്ങനെ കപ്പെല്ലാം കണ്ടിട്ടേ, ഞങ്ങള് ബോട്ടെല്ലാം കണ്ടിട്ടേ കണ്ടിനാ? അതാ വയലപ്ര സ്ഥലമാണ്. നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടാ? നമ്മള് പോയാൽ നമ്മളെ തന്നെയല്ലേ ഫോട്ടോ എടുക്കലേ? നമ്മളെ തന്നെ വേണ്ടാത്തുനിന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടാ? ആ സ്ഥലത്തിനല്ലേ ഫോട്ടോ എടുക്കണ്ടേ അല്ലേ? നമുക്കൊരു സ്വഭാവം, എവിടെ പോയാലും നമ്മൾ നമ്മുടെ ഫോട്ടോ എടുക്കും. അതിൽ കാര്യമുണ്ടാ? ഇല്ല. ആ സ്ഥലത്തിന് എന്താണ് പ്രത്യേകത, അതല്ലേ ഫോട്ടോ എടുത്തിട്ട് വരണ്ടേ അല്ലേ? ഇനി അങ്ങനെ ചെയ്യണ്ടേ കേട്ടാ. പോയ സ്ഥലത്ത് എന്തെങ്കിലും ഭംഗിയുള്ള കാര്യം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കുക. അത് ആ മാഷുണ്ടല്ല, മൈസൂരിൽ പോയി. എവിടെ പോയി? മൈസൂരിൽ പോയിട്ട് മാഷ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. എന്തായാലും കാണുന്നേ? പൊഴിഞ്ഞു അല്ലേ? മരങ്ങൾ ഇല പൊഴിക്കുന്ന സമയത്താണ് ഈ ഫോട്ടോ എടുത്തത്. ഇല പൊഴിക്കും കാലം അതെപ്പോഴാ? മരങ്ങൾ ഇല പൊഴിക്കുന്ന ഇല്ല അല്ലേ? ഇനി മാഷ് കുറച്ച് വേറൊരു സാധനം കാണിച്ചു തരാം. ആനിമൽ. എയറോപ്ലെയിൻ. ദെൻ അലിഗേറ്റർ. അപ്പിയർ. ആൻഡ് നേരത്തെ പറഞ്ഞത് പറയാൻ പാടില്ല. അനൈ ഓന്റെ പേര് അലങ്കൃത. അദ്ദിക്ക്. അമ്ന. ഇനി വേണ്ടത് പേരല്ല, അർത്ഥമുള്ള വാക്കുകൾ. അങ്കണവാടി. പിന്നെ അതിന്റെ വേറെ പേരുണ്ട്, അത് ഇംഗ്ലീഷ് അല്ല, മലയാളമാണ്. മലയാളത്തിന്റെ നേരെ ഇംഗ്ലീഷിൽ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ഉപയോഗിച്ചിട്ട് വേറെ ആൻഡ് നേരത്തെ പറഞ്ഞു. ഉണ്ട്. അപ്പും പേര് പറ, പേരൊന്ന് പറയണ്ട. ആൾട്ടോ. അതിന് ബി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാ. ഇങ്ങനെ പറഞ്ഞ ആയിരിക്കും എന്തെങ്കിലും മനസ്സിലാവാം. ഓക്കെ.
ഇനി മാഷെന്തെന്ന് അറിയാം, നിങ്ങൾ ചെയ്ത പറഞ്ഞ വാക്കുകളെല്ലാം എഴുതി വെക്കാൻ പറയും. ഏതിലേക്ക് അറിയാം? ഡിക്ഷണറിയിലേക്ക്. ഡിക്ഷണറി ഉണ്ടാക്കും. ആൽഫബറ്റ് ആയിട്ട് ഓരോന്ന് വേണ്ടി ഡിക്ഷണറി ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ മീനിങ് എഴുതി വെക്കാൻ പറയും. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനുണ്ടാക്കിയ എന്തുണ്ടാവും? എൻ്റെ നിഘണ്ടു ഞാനുണ്ടാക്കും. അതേപോലെ തന്നെ ഈ കാർഡുകളൊക്കെ കണ്ടോ? ഇതെവിടെ കാർഡുകളൊക്കെ കണ്ടില്ലേ? ഈ കാർഡെല്ലാം കണ്ടില്ലേ? ഇതിൽ ഗണിതമുണ്ട്. അങ്ങനെ ഒരുപാട് കാർഡുകളാണ് ഇതിനകത്തുള്ളത്. ഇങ്ങനെ ഒരുപാട് കാർഡുണ്ട്. ഇതിലൊരു കാർഡ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം, ഒന്നിച്ച് തരുന്നില്ല. ഇതിലെന്താ ഉള്ളത്? 10 × 8. എത്ര ആൻസർ? 8. വേഗം കിട്ടിയല്ലേ? വേഗം കിട്ടി. 12 × 8. നിങ്ങളുടെ ക്ലാസ്സിൽ 20 കുട്ടികളുടെ വരിക. ഇങ്ങനെയുള്ള ഓരോ കാർഡ് ഓരോ കുട്ടിക്ക് കിട്ടി. അവരിതിൻ്റെ ആൻസർ കണ്ടെത്തും. ആൻസർ കണ്ടെത്തിയതിന് ശേഷം അവിടെ ഉയർത്തി വെച്ചിട്ട് മാഷ എനിക്ക് ഉത്തരം കിട്ടിയെന്ന് പറയും. 12 × 8 എത്രയാന്ന് പറയും. 96 മോൻ പറഞ്ഞു അല്ലേ? ഇങ്ങനെ ഓരോ കുട്ടികളും പറയുമ്പം അറിയുന്ന കുട്ടി അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യോ? അല്ലേ? വേഗം തന്നെ പഠിക്കാൻ പറ്റൂലേ നമുക്ക്? ഇങ്ങനെയുള്ള കാർഡുകൾ ഉണ്ടാക്കാം, ഗണിത കാർഡുകൾ ഉണ്ടാക്കാം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് അറിയാം? ഇരട്ട അക്ക നമ്പറും 3 അക്ക നമ്പറും കാർഡുകളിൽ എഴുതും. ഇരട്ട അക്ക നമ്പറും 3 അക്ക നമ്പറും കാർഡുകളിൽ എഴുതും. എന്നിട്ട് ഓരോ കുട്ടികൾക്ക് മാഷ് കൊടുക്കും. അടുത്തടുത്ത് കിട്ടിയ 2 കുട്ടികളുണ്ടാവില്ലേ? ഉദാഹരണം 99 ഒരു കുട്ടി കിട്ടി, വേറൊരു കുട്ടിക്ക് 100 കിട്ടി. രണ്ടാളുടെ സംഖ്യയും കൂട്ടിയാൽ ഉത്തരം എത്ര? ഇങ്ങനെ ഒരാൾക്ക് കിട്ടുന്ന സംഖ്യയും വേറെ വേറെ ആയിരിക്കും, ഒരേ സംഖ്യ കിട്ടൂല. അങ്ങനെ ഓരോ കുട്ടികൾക്ക് കിട്ടിയതും പരസ്പരം കൂട്ടിയിട്ട് മാഷെ കൊണ്ട് കാണിക്കാൻ പറയും. പറഞ്ഞ മനസ്സിലായ? ഗണിതം ഇങ്ങനെ പോകും. അപ്പം അങ്ങനെ സംഖ്യാ കാർഡുകളും അക്ഷര കാർഡുകളും വേറെന്ത് ചെയ്യും? വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കാം. അതിനുപയോഗിക്കുന്ന സാധനമാണ് എന്തെന്ന് അറിയാം? നമുക്ക് റെഡിമെയ്ഡ് ഷോർട്ട് ഒക്കെ വാങ്ങുമ്പോൾ അതിന് പെട്ടി കിട്ടൂലേ? ആ പെട്ടിയുടെ കാർഡ് ഉപയോഗിച്ച് സംഖ്യാ കാർഡ്, അക്ഷര കാർഡ്, അതുപോലെ തന്നെ ഇതുപോലുള്ള അക്ഷര റീലൊക്കെ തയ്യാറാക്കാം. ഇതിലൊരുപാട് അക്ഷരങ്ങൾ, ഇപ്പോൾ മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് അക്ഷര റീലൊക്കെ നമ്മളിങ്ങനെ തയ്യാറാക്കും. അക്ഷര റീല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാഷയുടെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെ കാണുന്നില്ല. കാണുന്നില്ല. ഓക്കെ. അപ്പോൾ അതിലിട്ടിട്ട് ഇതിനെ വരിച്ച ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ കിട്ടും. ചില്ലക്ഷരവും കൂട്ടക്ഷരങ്ങളും എല്ലാം. അപ്പോൾ അറിയുന്ന കുട്ടികളും അറിയാത്ത കുട്ടികളും എന്ത് ചെയ്യും? എളുപ്പത്തിൽ അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. ആവൂലേ? ആവുക? അങ്ങനെ ഈ റീൽ ഒന്ന് തുറന്നു നോക്കിയാൽ ആരെങ്കിലും? ആരാ നോക്കട്ടെ? ഒരാൾ മെല്ലെ ഇതിങ്ങനെ പിടിക്കുക. അതിനൊന്നെടുത്തോ. കുറേ ഉണ്ടതിൽ. ഇതിലൊന്നെടുക്കാം. ഇതെന്ത് ചെയ്യുക അറിയാം? ഇതാ നോക്ക്. ഇന്ന് മാഷ ഇങ്ങനെ പിടിക്കുക. ആ റീല് പെട്ടെന്ന് തുറന്നോ മെല്ലെ. അവിടെ പിടി മോനെ. അതിൻ്റെ സാധനം ഞാൻ ഉണ്ടാക്കട്ടെ. ഇനി വായിക്കേ. എ hen and mouse. എ hen and mouse എന്ന് വെച്ചോ. I have a horn. എന്നും പേരികെ. I have wings. Next one. വലിച്ചാൽ വീണു. ഓക്കെ. അവിടെ ഒരു ചിരട്ട ചലന്തി ഉണ്ട്. അതിൻ്റെ കണ്ണെന്താന്ന് അറിയാക്ക്? എന്നാ? കണ്ണ് മിഠായി അല്ലേ? കണ്ണ് മിഠായിയാണ് അതിൻ്റെ കണ്ണ്. മിഠായി മേടിക്കല്ലേ കണ്ണിൻ്റെ മിഠായി? അതെടുത്തിട്ടാ മാഷ അതിൻ്റെ കണ്ണാക്കിയിട്ടുള്ളത്. അണ്ടാ എല്ലാം ഇഷ്ടപ്പെട്ടു. എന്തെല്ലാം ഇഷ്ടപ്പെട്ടിനെ? എല്ലാം ഇഷ്ടപ്പെട്ടോ? അതേതല്ല എല്ലാം. അപ്പം നമ്മൾ എന്തിനാ വന്നിനി? ആദ്യം പാഴ്വസ്തു പരിപാലനത്തെ കുറിച്ച് അറിയാം അല്ലേ?
അല്ലേ? ഇവിടെ എന്തെങ്കിലും പാഴ്വസ്തു ഉണ്ടോ? ഒന്നുണ്ടോ? ഇല്ല അല്ലേ? ഉള്ളതെല്ലാം എന്താക്കിയിട്ടുണ്ട്? അതിനെ മറ്റൊരു സാധനമാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക് കൂടി. അതിനെ ക്രാഫ്റ്റാക്കി മാറ്റി അല്ലേ? അതിനെ ക്രാഫ്റ്റാക്കി മാറ്റി. അപ്പം ഇതെല്ലാം വലിച്ചെറിഞ്ഞാൽ ആയിരിക്കാം മോശം? ആ, നമ്മൾക്ക് തന്നെയാ മോശം അല്ലേ? മോനെ നേരേക്ക്, മോനെ നേരേക്ക്. അപ്പം ഇനി മിഠായി തിന്നാൽ കടലാസ് വലിച്ചെറിയോ? ഇല്ല. മിഠായി തിന്നാൽ കടലാസ് വലിച്ചെറിയോ? അവരെടുത്തോളൂ മോളെ, അവരെടുത്തോളൂ. ഓരോന്നും എടുത്ത എല്ലാവരും കേട്ടാ. ഓരോന്നോരോ തരും. നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുതരും. നീ ആണോ അടക്കുമ്പോളെ? നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുതരും. ഓരോന്നെടുത്തോ കേട്ടാ. കുരുണ്ട്, കുരു എന്നൊക്കെയല്ലേ ഏട്ടാ? ഇതെന്നാ സാധനം നിങ്ങൾ തിന്നത്? ഈത്തപ്പഴം. നമ്മുടെ നാട്ടിലുള്ളതാ? പിന്നെ എവിടെയുള്ളത്? നമ്മുടെ നാട്ടിൽ ഈത്തപ്പഴം ഉണ്ടാവലില്ല? ഇല്ല അല്ലേ? ഈത്തപ്പഴം നല്ലതാ? മിഠായിനേക്കാളും നല്ല തന്നെ അല്ലേ? അല്ലേ? മിഠായിനേക്കാളും നല്ല തന്നെ അല്ലേ? മിഠായിനെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് എന്നാ പറഞ്ഞേ? മിഠായിനെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് എന്നാ പറഞ്ഞേ? കുഞ്ഞുണ്ണി മാഷ് എന്തോ പറഞ്ഞല്ല മിഠായിനെ കുറിച്ചിട്ട്? എന്ന് പറഞ്ഞോ? ആയിട്ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. ശരിയാണോ? ശരിയാണോ? അങ്ങനെ കഷ്ടാവുക? പല്ല് കേടും അല്ലേ? പല്ല് കേടും. ഇപ്പുണ്ടായ വേസ്റ്റ് ഏതാ? ഇപ്പുണ്ടായ വേസ്റ്റ് ഏതാ? ആ കുരു ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് കളർ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. മുളക്കോ നോക്കൂടെ? നോക്കാം അല്ലേ? ആ, ഓക്കെ. എന്നാ പാടിക്കോ. മണ്ണേ നമ്പി മരമിരിക്ക്, മണ്ണേ നമ്പി മണമിരിക്ക് അല്ലേ? മണ്ണേ നമ്പി മരമിരിക്ക്, മണ്ണേ നമ്പി മരമിരിക്ക്. എന്താ? ആ, ശരിക്കും പാടിക്കോ. മണ്ണേ നമ്പി മരമിരിക്ക്, മരത്തെ നമ്പി കായിരിക്ക്, കായെ നമ്പി പൂവിരിക്ക്, പൂവിനെ നമ്പി മൊട്ടിരിക്ക്, ഡാമടി മണക്കിണക്കിണ താലോലിക്കണ ഡേ ഡേ, ഡാമടി മണക്കിണക്കിണ പാടേ, ഡാമടി മണക്കിണക്കിണ താലോലിക്കണ ഡേ ഡേ. കിട്ടിയില്ല? ഡാമ, ഡീമ, നെക്കിണക്കിണ, താലോലിക്കണ ഡേ ഡേ, ദക്കിണ ദക്കിണ ദക്കിണ. മണ്ണേ നമ്പി മരമിരിക്കെ, മരത്തെ നമ്പി പൂവിരിക്കെ, പൂവിനെ നമ്പി കായിരിക്ക്, കായെ നമ്പി മൊട്ടിരിക്ക്, ഡാമടി മടക്കിണക്കിണ താലോലിക്കണ ഡേ ഡേ, ദക്കിണ ദക്കിണ
ദക്കിണ ദക്കിണ ദാമടി മടക്കിണ കിണ താലോലിക്കണ ഡേ ഡേ ദക്കിണ 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 മണ്ണെ നമ്പി മരമിരിക്കേ മരത്തെ നമ്പി പൂവിരിക്കേ പൂവിനെ നമ്പി മൊട്ടിരിക്കേ ഡാമടി മടക്കിണ കിണ താലോലിക്കണ ഡേ ഡേ ആ കറുത്തതെന്തുണ്ട് കറുത്തതെന്തുണ്ട് കാക്കയിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്താ ഉള്ളത് ആ കറുത്ത മുടിയുണ്ടെന്ന് പറയണം കറുത്തതെന്തുണ്ട് കറുത്ത മുടിയുണ്ട് വെളുത്തതെന്തുണ്ട് ആ വെളുത്ത പല്ലുണ്ട് വെളുത്ത പല്ലുണ്ട് ചുവന്നതെന്തുണ്ട് ചുവന്നതെന്താ നമ്മുടെ ശരീരത്തിലുള്ളത് നാവാണോ നല്ല ചുവപ്പ് എന്താ ഇത് മുറിഞ്ഞാൽ എന്ത് വരും ഇപ്പൊ ചോരക്ക് എന്താ നിറ എല്ലാവരും ചോരക്ക് ചുവപ്പാണോ ശരി തന്നെയാ ആണോ ചുവന്നതെന്തുണ്ട് ആ ചുവന്ന ചോരയുണ്ട് അടുത്ത പൂക്കൾ വെളുത്തതെന്തുണ്ട് വെളുത്ത പൂവുണ്ട് ഏത് പൂവുണ്ട് മുല്ല മാത്രമേ ഉള്ളൂ ചെമ്പരത്തി ആ വെള്ള ചെമ്പരത്തി ആ റോസാപ്പൂവ് നെക്സ്റ്റ് വൺ കറുത്തതെന്തുണ്ട് കറുത്തത് കൊണ്ട പൂവെന്ത കൊണ്ടാ ചുവന്ന പൂവുണ്ടോ ഏതല്ലേ അമ്മ വേറെ ചോദിക്കാം കടലിൻ്റെ കരയിൽ ചെന്നാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാം പാടണം കടലിൻ്റെ കരയിൽ ചെന്നാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാം എന്താ കാണാം കടലിൻ്റെ കരയിൽ ചെന്നാൽ കാക്ക പറക്കണ കാണാം കാക്ക പറക്കണ കാണാം വെറുതെ കാണാൻ പറ്റും കടലിൻ്റെ അടുത്ത് പോയാലേ കടലിൻ്റെ കരയിൽ ചെന്നാൽ മീന് പിടിക്കണ കാണാം അല്ലേ അല്ലേ വേറെയോ ആ ബോട്ടുകൾ കാണാം പിന്നെ തിരമാലകൾ കാണാം അല്ലേ വേറെ ആ സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് കാണാം അല്ലേ ആണോ മോളെ അവളെ ഇങ്ങനെ അമർത്തല്ല എന്തിനിങ്ങനെ അമർത്തുന്ന അവൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അല്ലേ നീ എന്തൊന്നും പറയാത്ത എന്നിട്ട് അവളിങ്ങനെ സഹിച്ചിരിക്കുന്നു ഞാൻ സഹിക്കൊന്നും വേണ്ട കേട്ടോ നീ പറയാം കാര്യങ്ങൾ പറയാം കേട്ടോ ആ അപ്പോൾ മാഷ ഇതൊരു പാട്ട് കേട്ടോ നിങ്ങൾക്ക് കളിച്ചു വരുമ്പോൾ തിന്നാനായി ഉണ്ട് നല്ലൊരരിയുണ്ട പാടുക കളിച്ചു വരുമ്പോൾ തിന്നാനായി ഉണ്ട് നല്ലൊരരിയുണ്ട ശർക്കര കൂട്ടി കുഴച്ചിട്ട് ഉരുട്ടിയെടുത്തൊരു തേനുണ്ട കളിച്ചു വരുമ്പോൾ തിന്നാനായി ഉണ്ടേ നല്ലൊരരിയുണ്ട ശർക്കര കൂട്ടി കുഴച്ചിട്ട് ഉരുട്ടിയെടുത്തൊരു തേനുണ്ട കട്ടൻ കാപ്പി കുടിച്ചിടുമ്പോൾ എന്താ വേണ്ടേ എന്തുവാണോ ഒരു കടി ഏൽക്കാൻ ഞാനുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിനാശ്വാസത്തിന്
എന്നും ഞാനൊരു ചങ്ങാതി, എന്നും ഞാനൊരു ചങ്ങാതി. കട്ട്ലറ്റുണ്ട് പ്ലേറ്റിലൊരൽപ്പം, കട്ട്ലറ്റുണ്ട് പ്ലേറ്റിലൊരൽപ്പം. വട്ടം ചുറ്റി നിൽക്കുന്നു, വട്ടം ചുറ്റി നിൽക്കുന്നു. ആളൊരു കേമൻ സ്വാതിൽ മുമ്പൻ, ഞാനും നിങ്ങളുടെ ചങ്ങാതി, ഞാനും നിങ്ങളുടെ ചങ്ങാതി. കളിച്ചു വരുമ്പോൾ തിന്നാനായി ഉണ്ടേ നല്ലൊരരിയുണ്ടാ, ശർക്കര കൂട്ടി കുഴച്ചിട്ട് ഉരുട്ടിയെടുത്തൊരു തേനുണ്ടാ, ഉരുട്ടിയെടുത്തൊരു തേനുണ്ടാ. കട്ടൻ കാപ്പി കുടിച്ചിടുമ്പോൾ ഒരു കടി ഏൽക്കാൻ ഞാനുണ്ടെങ്കിൽ, ഒരു കടി ഏൽക്കാൻ ഞാനുണ്ടെങ്കിൽ. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ഒരു കടി ഏൽക്കാൻ ഞാനുണ്ടെങ്കിൽ. എന്നും നിങ്ങളുടെ ആശ്വാസത്തിന്, എന്നും നിങ്ങളുടെ ആശ്വാസത്തിന്, എന്നും ഞാനൊരു ചങ്ങാതി, എന്നും ഞാനൊരു ചങ്ങാതി. ആ അതെ അല്ലേ, അതെ. അപ്പോ ആ ഓക്കെ, മാഷ പാട്ട് ഇഷ്ടപ്പെട്ട? ആ ഓക്കെ. ഇനി വളരെ മെല്ലെ. ആ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചിട്ട് മുരളി മാഷ് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ കാണിച്ചു തന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു തന്നു. അതോടൊപ്പം നിങ്ങൾക്ക് മധുരം വിതരണവും ചെയ്തു അല്ലേ? അപ്പോൾ മുരളി മാഷ്ക്ക് നമ്മളെ 3Cന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഒരു താങ്ക്സ് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നല്ല പാട്ടായിരുന്നോ? സൂപ്പർ പാട്ടാ. ഏത് പാട്ടാ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ? ലാസ്റ്റ് പാട്ടാ? ഏ ഏ ആ കൂട് കാണിക്കാണല്ലേ? ആ കൂട് ഞാൻ കാണിച്ചു തരാം. വാ, കൂട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഒരാൾ ഓർമ്മിച്ച് വെച്ചിന് ഏടെ ഈ കൂടുള്ളതെന്ന് അല്ലേ? പക്ഷിയുടെ കൂട് ഇതാ നോക്ക്. ഇതാ ഒരു കൂട്, ഇതാ കണ്ടാ, ഇതാ ഇവിടെ ഉണ്ട്. കണ്ടാ ഒരു കൂട്. ഇതാ മറ്റൊരു കൂട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാ. കണ്ടാ 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 കണ്ടാ. അടക്കാക്കുരുവി ഇവിടെ ഒരു കൂട് കെട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. ഇനി ഇതിന്റെ നടു ഇവിടെ ഒരു കൂടുണ്ട്, കണ്ടോ? തട്ടിമുട്ടല്ലേ? ആ ഇതിന്റെ ഉള്ളിൽ ഒരു കൂടുണ്ട്. ഇതാ ഇവിടെ അവിടെ അങ്ങവിടെ കണ്ടോ? അവിടെ നടുക്കൊരു കൂടുണ്ട് അങ്ങവിടെ. ആ താങ്ക് യു, താങ്ക് യു. വെൽക്കം. ആ 3 ഡീക്കാർ നല്ല സ്മാർട്ടായിരുന്നു, എല്ലാ കാര്യങ്ങൾ ചോദിക്കാൻ. നിങ്ങൾ സ്മാർട്ട് തന്നെ കേട്ടാ, നിങ്ങൾ ഭയങ്കര സ്മാർട്ട് തന്നെ.
നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പേടിച്ചു പോയി അല്ല നിനക്ക് കാട്ടിലൊക്കെ ഇല്ല ഗോവിന്ദേട്ടൻ പരിഷ്കരിക്കാൻ പറഞ്ഞു പക്ഷെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യാം വേണ്ട ഗോവിന്ദേട്ട ഒരു ഉപകാരം ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും നാളെ ആ പ്രശ്നം കൊണ്ടുവരുമ്പോൾ ഉടനെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടറോട് പറഞ്ഞു 2 ദിവസം കൂടി ഇവിടെ കഴിഞ്ഞിട്ട് വന്ന് അറിയാൻ ഒരുപാട് കാശാണ് അന്ന് എന്റെ സൗണ്ട്